ഹലോ നീറ്റ് ആസ്പിരൻസ്. എടാ, അപ്പോൾ നമ്മൾ നീറ്റ് 2026 എക്സാമിനേഷൻ തകർക്കാൻ പോവല്ലേടാ. ഞാൻ ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാമിനേഷൻ ഹാൾ കയറുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എക്സാമിനേഷൻ ആ സെൻറ്ററിലേക്ക് നിങ്ങൾ ആ ഹാളിലേക്ക് കയറുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങളൊന്ന് ഫ്രീ ആവണം. പല മക്കളും അല്ലേ പല സബ്ജക്ട്സിലൂടെയും വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പോകുന്നത് കാണാറുണ്ട്. അവിടെ പല മക്കൾക്ക് ബ്രെയിൻ ഫോഗ് അനുഭവപ്പെടും. ഇനി അങ്ങനെ അഥവാ അനുഭവപ്പെടുന്ന ഒരു സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രീത്തിങ് ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യണം. നിങ്ങൾ ഡീപ്പായിട്ട് ഇൻസ്പയർ ചെയ്യുക, ഒന്ന് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ബ്രീത്ത് ഔട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 2 to 3 ടൈംസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ചെറിയൊരു പരിഹാര മാർഗ്ഗം മാത്രമാണ്. മാക്സിമം മക്കളും ഒരു അരമണിക്കൂർ മുന്നേ എങ്കിൽ നിങ്ങളൊന്ന് ഫ്രീ ആവാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ നിങ്ങൾ ഒരുപാട് എഴുതിയ മക്കളാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഏതാണോ നിങ്ങൾ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെ നാളത്തെ എക്സാമിനേഷൻ ഹാളിലും നിങ്ങളത് തുടങ്ങാനും വേണ്ടി ശ്രമിക്കുക. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ അറിയാത്തത് നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. ഇനി എക്സാം ഈസി, മോഡറേറ്റ്, ടഫ് അങ്ങനെ ഒന്നുമില്ല അല്ലേ. ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ സ്റ്റുഡൻസിനും ഇപ്പോൾ എക്സാമിനേഷൻ ടഫാന്ന് പറയാം, എല്ലാവർക്കും ടഫാണ്. കോമ്പറ്റീഷൻ സെയിം ആണെന്നുള്ള കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഒരുപാട് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ വരുത്തി വെക്കരുത്. സോ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ തകർത്തിട്ട് വാടാ. ഓക്കെ, ബൈ.